പൊളിറ്റിക്സിൽ ബി.ജെ.പി അല്ലാതെ ഏതൊക്കെ പാർട്ടിയിലെ ഏത് നേതാക്കളുമായിട്ടാണ് സൗഹൃദമുള്ളത്? പൊതുവേ ഇപ്പോൾ കേരളത്തിൽ രണ്ട് പാർട്ടികളാണല്ലോ. രണ്ട് പാർട്ടിയുടെ ആൾക്കാരായിട്ട് വളരെ നല്ല ബന്ധം. നല്ല സൗഹൃദമുള്ള നേതാക്കൾ ആരൊക്കെയാണ്? സംബന്ധിച്ചാൽ നമുക്ക് ഡെയിലി പോയി കാണുന്നില്ലേ പോലും. ഇപ്പോൾ എൻ്റെ മകളുടെ വിഷയം വന്നപ്പോൾ എനിക്കത് വഷളായി എന്ന് കണ്ടപ്പോൾ, കയ്യിൽ നിന്ന് പോകുന്നു, അറസ്റ്റിലോട്ട് പോകുന്ന പോലത്തെ രീതിയായപ്പോൾ അന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ ശശീരനാണ് ഞാൻ പോയി കണ്ടത്. 5 മിനിറ്റ് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടുകാർ പോലും ഈ കാര്യത്തിൽ പറയിടാവുന്ന അപ്പം തന്നെ ക്രൈംബ്രാഞ്ചിലോട്ട് കേസ് മാറ്റുക. കാരണം അതിൻ്റെ നിജസ്ഥിതി അറിയാം. അപ്പം അന്ന് മുഖ്യമന്ത്രി കാണുന്നുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ട് വളരെ നാൾ മുമ്പേ ബന്ധമുണ്ട്. നമ്മുടെ MLA ബഷീറുണ്ട്. ബഷീർ ഞാനൊക്കെ 20 വർഷമായിട്ടുള്ള ബന്ധമാണ്. പലരുമായും നമുക്ക് ഇതിനകത്ത് സൗഹൃദമുണ്ട്. അത് രാഷ്ട്രീയക്കാരനാവുന്ന മുമ്പേ നമ്മൾ ട്രെയിനിൽ യാത്ര, പണ്ട് ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കാർത്തികൻ സാർ മരണപ്പെട്ടു പോയി. വളരെ സൗഹൃദം വെച്ചു. മുനീർ ഞാൻ റോഡ് കോൺട്രാക്ടറായിരുന്നു. ഞാൻ ചെയ്യാത്ത പണികളൊന്നുമില്ല. അന്ന് ശ്രീ മുനീറായിരുന്നു അന്ന് PWD മന്ത്രി. വളരെ നല്ല സൗഹൃദം ഇപ്പോഴും വയ്ക്കുന്നുണ്ട്. പിന്നെ തങ്ങൾ കുടുംബത്തിലെ ബഷീർ തങ്ങൾ, ഞങ്ങൾ പണ്ടൊരു കമ്പനി ഫോം ചെയ്തിട്ട് അദ്ദേഹം ഞാനും പാർട്ട്നേഴ്സായിരുന്നു. അല്ല, അതേ രാഷ്ട്രീയവും മതവും ഞാൻ സൗഹൃദങ്ങളുടെ ഇടയിൽ സംസാരിക്കരുതെന്ന് പറയും. കാരണം വളരെ പ്രൈവറ്റായൊരു സംഭവമാണ്. കാരണം നല്ല സൗഹൃദത്തിലിരിക്കുമ്പോൾ അതൊരു തടസ്സമാവാൻ പാടില്ല. മൊത്തത്തിൽ ചിലപ്പോൾ ഒരു കമ്മ്യൂണിസത്തിനെതിരെ ഞാൻ സംസാരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ജിഹാദി ആക്ടിവിറ്റിക്കെതിരെ സംസാരിക്കും എന്ന് പറഞ്ഞ് അതിനെ ചിലർ തെറ്റിദ്ധരിക്കുന്നത് ഞങ്ങളുടെ മതത്തിനെതിരെ സംസാരിക്കും. ഞാൻ അങ്ങനെയല്ല ഇപ്പോൾ സുഹൃത്തെ. കാരണം മുഖ്യമന്ത്രി വേറെ, VD സതീശൻ വേറെ. നമ്മൾ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കും, പലതും പറയും. വ്യക്തിപരമായിട്ട് അങ്ങനെ എടുക്കാറില്ല, ഒരു വിഷയം എടുക്കാറില്ല. ഈ തുറന്ന് സംസാരിക്കുന്ന ആളാണെന്ന് ആദ്യമേ പറഞ്ഞു. ഈ തുറന്നു പറച്ചിലുകൾ മക്കളുടെ ഒരു കരിയറിൽ ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെന്ന് അടുത്ത് പലരും പറയാറുണ്ട്. ഞാൻ പിന്നെ അത് വിധിയാണ്. അല്ലെങ്കിൽ അവരെൻ്റെ മക്കളായിട്ട് ജനിക്കരുത്. എൻ്റെ മക്കളായിട്ട് ജനിച്ചുകൊണ്ടാണ് അവർക്ക് വേറെ എന്തെങ്കിലും നേട്ടങ്ങളുണ്ടായത്. കാരണം അവരുടെ ജീവിതത്തിൻ്റെ 100 കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 80% കാര്യം എൻ്റെയും സിദ്ധുവിൻ്റെയും മക്കളായിട്ട് ജനിച്ചതുകൊണ്ടാണ്. 20% ദോഷമുണ്ടായതും ഞങ്ങളെ കൊണ്ടായിരിക്കും. ആ 20% മറന്നിട്ട് 80 നോക്കിക്കോളൂ, അത്രേ ഉള്ളൂ, വേറെ വഴിയില്ലെന്ന് പറഞ്ഞു. ഇല്ല, അങ്ങനെ വലിയ രാഷ്ട്രീയമൊന്നും അവർ പറയാറില്ല, പ്രതികരിക്കാറുമില്ല. പിന്നെ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ മോളാണ്. കാരണം അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വളർന്നു വരുന്നവരാ, നിങ്ങളുടെ അതാത് മേഖലകളിൽ നിങ്ങൾ ഓക്കെ, എല്ലാവർക്കും അറിയാം കൃഷ്ണകുമാറിൻ്റെ മക്കൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്നറിയാം. പക്ഷേ നിങ്ങൾ രാഷ്ട്രീയം സംസാരിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക. നിങ്ങൾക്ക് പറയാം, ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദിയുടെ കൂടെ ഫോട്ടോ എടുക്കുന്നു, പ്രധാനമന്ത്രിയുടെ കൂടെ ഞങ്ങൾ നിന്നു, അതിൻ്റെ താഴെ വന്ന് അവരുടെ അച്ഛനമ്മയും എൻ്റെ അച്ഛനമ്മയും ഒക്കെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊക്കെ അച്ഛനമ്മയൊക്കെ ഇടയ്ക്ക് ഓർക്കാറുണ്ട്. 2026 തെരഞ്ഞെടുപ്പിൽ BJPക്ക് 3 സീറ്റുകളാണ് കേരളത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. 2029 പറ്റിയിട്ടുള്ള പ്രതീക്ഷകൾ ഇപ്പോൾ പ്രത്യേകിച്ച് ചോദിക്കാൻ കാരണം, താങ്കൾക്ക് ഇപ്പോൾ ഈ NFDC ചെയർമാനായിട്ട് ടെന്യൂർ കിട്ടിയിരിക്കുന്നത് 3 വർഷമാണ്. 2029 തീരുന്നു വന്ന ആ ഒരു സാഹചര്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തെ പറ്റിയുള്ള പ്രതീക്ഷകൾ BJP ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത വെച്ചാൽ 1 India 1 election വരുമോ ഇല്ലയോ. വന്നു കഴിഞ്ഞാൽ ഈ സിനാറി മുഴുവൻ മാറും. അങ്ങനെ 2 തിരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടക്കും. അത് അത്ര എളുപ്പമല്ല, പക്ഷേ എന്നാൽ പോസിബിളാണ്. കാരണം ഇപ്പം തന്നെ ഈ ബില്ലുകൾ പാസ്സാവണമെങ്കിൽ 362 എന്നൊരു മാജിക് ഫിഗറുണ്ട്. അത് ഒരുമാതിരി ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ അസാധ്യം എന്ന് പറയുന്നൊരു സാധനമാണ്. പക്ഷേ ഈ നരേന്ദ്രമോദി, അമിത്ഷാ എന്ന് പറയുന്നൊരു കൂട്ടുകെട്ടും അവരുടെ ടീമും ചിലപ്പോൾ വർക്ക് ചെയ്താൽ പലതും സംഭവിക്കാം. ഇന്നത്തെ രാഷ്ട്രീയം ഇതിനകത്ത് വളരെ ഫ്ലൂയിഡ് ഇങ്ങനെ നിൽക്കുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഡീലിമിറ്റേഷനും 1 India 1 election വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെ ആയിരിക്കില്ല. കാരണം ഇതിനകത്ത് ഈ സ്ത്രീ സംവരണം വരുന്നത് കൊണ്ട് ഇതിനെ എതിർക്കുന്ന പല പാർട്ടികളിലെയും പല അംഗങ്ങൾക്കും ഡീലിമിറ്റേഷൻ നിർബന്ധമായും വരണം, ഇല്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ സീറ്റ് കാണില്ല. ആ സീറ്റുകളൊക്കെ സംവരണം ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് സീറ്റ് കാണില്ല. അതുകൊണ്ട് ഉള്ളിൽ പലർക്കും ഈ ഡീലിമിറ്റേഷൻ വരണം എന്നുള്ളതാണ്. അതാണ് അതിനകത്തൊരു ഘടകം. 2, ഇത് വന്നു കഴിഞ്ഞാൽ നല്ല സ്ഥാനാർത്ഥികളെ കൂടെ കിട്ടണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കേരളത്തിൽ സീറ്റ് കൂടി 20 എന്നുള്ള ലോക്സഭ 30 വയ്ക്കും, അതനുസരിച്ച് ഇപ്പുറത്തും കൂടിയെന്ന് വയ്ക്കും. ഇത്തരം സ്ഥാനാർത്ഥികളെ കിട്ടണ്ടേ. അതുകൊണ്ട്
അനന്തമായ സാധ്യതയുണ്ട് സ്ത്രീകൾക്ക്. നല്ല സാധ്യത, അതായത് രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള ഇതൊക്കെ ഉള്ള സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ എല്ലാ പാർട്ടികളും നല്ല സ്ഥാനാർത്ഥികളെ ഓട്ടിച്ചിട്ട് പിടിക്കും. ഇലക്ട്രൽ റിസൾട്ട് എന്നുള്ള നിലയിൽ എത്ര സീറ്റുകൾ വരെ ഒരു പക്ഷേ BJPക്ക് കിട്ടിയേക്കാം അടുത്ത ലോക്സഭാ ഇലക്ഷൻ ഇപ്പോഴത്തെ സാഹചര്യം? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എണ്ണം പറയാൻ കഴിച്ചാൽ എത്ര ഡീമിറ്റേഷൻ ചെയ്യുമ്പോൾ എത്ര സീറ്റ് വരും നമുക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം, നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ തിരിച്ചു വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു കാര്യം എന്ന് വെച്ചാൽ അപ്പുറത്ത് ആരാണ്, ഓപ്പോസിഷൻ ആരാണ്, അവിടെയാണ് ഇനി പ്രശ്നം വരുന്നത്. ഇപ്പം തന്നെ കഴിഞ്ഞ തവണ എങ്ങനെയൊക്കെ ഒരു ഇന്ത്യ ബ്ലോക്ക് എന്നൊക്കെ സാധനം ഉണ്ടാക്കിയെടുത്തു. BJPക്കാർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ BJPയുടെ സീറ്റിൻ്റെ എണ്ണം കുറയുകയുണ്ടായി. അതൊരു വാസ്തവമുണ്ട്, സത്യമുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ എന്താണ്, ഇപ്പോൾ തമിഴ്നാട് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ ഉണ്ടോ തമിഴ്നാട്ടിൽ? ഇനി DMKയുടെ അടുത്ത നിലപാട് എന്തായിരിക്കും? ADMKയുടെ നിലപാട് എന്തായിരിക്കും? വെസ്റ്റ് ബംഗാളിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ബീഹാറിൽ എന്താണ്? ബീഹാറിൽ ആരാണ് ഈ ഓപ്പോസിഷൻ? ഓരോ സംസ്ഥാനം എടുത്ത് നോക്കും, എവിടെയാണ് ഓപ്പോസിറ്റ്, ആരാണുള്ളത്? അതുകൊണ്ടാണ് ഈ CJP പോലുള്ള നീക്കങ്ങൾ വെച്ചാൽ പുതിയൊരു രാഷ്ട്രീയ സംഭവം ഉണ്ടാക്കാൻ പറ്റൂ. കാരണം ആപ്പ് വന്ന സമയത്ത് ഓൾ ഇന്ത്യ ലെവലിൽ വലിയൊരു ഓളം ഉണ്ടാക്കി വരും. 400 സീറ്റിലങ്ങോട്ട് ഒരു മത്സരിക്കുകയൊക്കെ ചെയ്യും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ ഒരു പുതിയ മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഈ JP മൂവ്മെൻറ്റൊക്കെ എനിക്കറിയില്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പണ്ട് ഓരോ മൂവ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഓരോ ഭാഗത്തു നിന്നായിട്ട്. അതിങ്ങനെ മാറി 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 ഫൈനലി ജനതാ പാർട്ടിയിലോട്ട്, ജനതാ പാർട്ടി 80-ൽ ഭാരതീയ ജനതാ പാർട്ടി. അപ്പോൾ അതുപോലെ പല സംഭവങ്ങൾ പല കോണിലും നടക്കുന്നുണ്ട്. കാരണം ഈ റീജിയണൽ പാർട്ടീസ് മുഴുവൻ തകരുകയല്ല, തകർന്ന് കഴിഞ്ഞു. ഓൾമോസ്റ്റ് 80% റീജിയണൽ പാർട്ടീസ് പോയി. അത് മഹാരാഷ്ട്ര എടുത്ത് നോക്കൂ, റീജിയണൽ പാർട്ടികൾ മുഴുവൻ തീരുകയാണ്. UP തീർന്നു, ഇനി ഒരു പാർട്ടി കൂടി ബാക്കിയുള്ളൂ, SP. കാശ്മീരിൽ ഓൾമോസ്റ്റ് തീരുന്നു. തെലുങ്കാനയിൽ ആന്ധ്ര ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ BRS എന്ന് പറഞ്ഞുണ്ടാക്കി, അത് പോയി. ഓരോ സ്ഥലത്തായിട്ട് ഈ റീജിയണൽ അല്ലെങ്കിൽ ഫാമിലി പാർട്ടീസ് തീരുകയാണ്. ബീഹാറിലൊക്കെ വേരറ്റുപോയി ലാലുവിൻ്റെ പാർട്ടി. അതുകൊണ്ട് അടുത്ത ഇലക്ഷനിൽ അസാമാന്യമായ ഒരു ഭൂരിപക്ഷത്തോടെ BJPക്ക് വരാൻ ആണ് എൻ്റെ ഇപ്പോഴത്തെ ഇത് വെച്ച്. പിന്നെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എന്നും എങ്ങോട്ടും മാറാനും നമ്മളെല്ലാം ധാരാളം, നിങ്ങൾ പ്രത്യേകിച്ച് ക്ലോസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തവരല്ലേ. അപ്പോൾ പണ്ട് പറയും ലാസ്റ്റ് 7 days എന്ന് പറയുന്നത് പോലും വളരെ ക്രൂഷ്യലാണല്ലോ. പക്ഷെ അത് നെക്ക് ടു നെക്ക് നിൽക്കുന്നിടത്താണ് അങ്ങനെ വരാൻ സാധ്യത. പക്ഷെ അങ്ങനെ ഒരു നെക്ക് ടു നെക്ക് ഇല്ല ഇന്ന് പലയിടത്തും. NFDCയിലേക്ക് കൂടെ ഒന്ന് തിരിച്ചു വന്നാൽ, നെറ്റ്ഫ്ലിക്സുമായിട്ടൊരു സ്കിൽ അപ്ഗ്രേഡിങ് എൻ്റെ ഒരു ടൈപ്പ് എന്തെങ്കിലും സൈൻ ചെയ്യണം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എൻ്റെ ഒരു വാർത്ത കണ്ടിരുന്നു. ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ഡീറ്റെയിൽ പോകുമ്പോൾ തന്നു കഴിഞ്ഞാൽ അന്വേഷിച്ച് അറിയിക്കാവുന്നുള്ളൂ. ഡബിങ് ആർട്ടിസ്റ്റുകൾ അവിടെ പലതും നടക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഡെയിലി ആക്ടിവിറ്റീസും അവിടെ പലതും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കടലാണ് ഇത് NFDC പറയുമ്പോൾ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എല്ലായിടത്തോട്ടും എടുത്ത് ചാടുന്നൊരു ഫിക്സ്ഡ് ഏരിയ എനിക്ക് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആദ്യം ആ ജോലി തീർക്കുക, എന്നിട്ട് ഇപ്പം തന്നെ കുറച്ച് പദ്ധതികൾ കൈ വന്നിട്ട് അത് ഫൈനലൈസ് ചെയ്യിക്കുക. കാരണം എല്ലാത്തിനും അതിൻ്റേതായ മേഖലയുണ്ട്, അതായത് ആൾക്കാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എല്ലാത്തിലും പോയിട്ട് ചെയർമാനാന്ന് പറഞ്ഞാൽ നമ്മൾ ഇടപെടുന്നതിനേക്കാൾ നല്ലത് കുറച്ച് ഏരിയകൾ പോയി അത് നന്നാക്കുക. അതാണ് എനിക്ക് ശരിയെന്ന്. ഇതെനിക്ക് പോകുന്ന സമയത്ത് തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്വേഷിച്ച് അറിയിക്കുകയും ചെയ്യാം. NFDCയിൽ തന്നെ ചില ഭാഗത്ത് നിന്ന് ഒപ്പോസിഷൻ വരുന്ന കാര്യം താങ്കൾ പറയുന്നുണ്ടായിരുന്നു. ചില നെഗറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുന്ന എന്തുതരം ഒപ്പോസിഷനാണ് വരുന്നത്? പൊളിറ്റിക്കൽ ഒപ്പോസിഷനാണോ അതോ താങ്കളോടുള്ള? അല്ല, സ്വാഭാവികം ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു പുതിയൊരാൾ വരുമ്പോഴത്തേക്ക് കുറച്ച് കാലമായിട്ട് അവരവിടുത്തെ കംപ്ലീറ്റ് കംഫർട്ട്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ പവേഴ്സ് ഡൈല്യൂട്ട് ചെയ്യാൻ പലർക്കും ആഗ്രഹം, ഹെവി റെസിസ്റ്റൻസ് ഉണ്ട്. അല്ല, അത് പിന്നെ മറികടക്കാൻ പറ്റുന്നതാണ്. റെസിസ്റ്റ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഹ്യൂമൻ മൈൻഡ് അങ്ങനെയാണ്. ഹ്യൂമൻ മൈൻഡ് റെസിസ്റ്റ് ചേഞ്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ചേഞ്ച് അവിടെ വന്നു എന്ന് അവർക്ക് തോന്നി, അത് തന്നെ എനിക്കൊരു അംഗീകാരമാണ്. നോർത്ത് ഇന്ത്യൻ ഡോമിനേറ്റഡ് ഒരു സ്വഭാവമാണ് NFDC പൊതുവെ. അങ്ങനത്തെ പ്രശ്നങ്ങളില്ല അവിടെ. കൂടുതലും ഞാൻ കണ്ടത് ഒരു പാർട്ടിപരമായിട്ടുള്ള സംഭവങ്ങളാണ്. ഇതിനകത്തൊരു ലെഫ്റ്റ് ലീനിയൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കുറച്ചധികം ആൾക്കാർ നിൽക്കുന്നത്. ഞാൻ പാർട്ടിക്കെതിരൊന്നുമല്ല. പക്ഷേ അപ്പോൾ എന്ത് പറ്റും വെച്ചാൽ അവർ വെൽ ഓർഗനൈസ്ഡ് ആണ്, സ്ഥിരമുണ്ട്, കാഷ്വൽ ഇതുമുണ്ട്, ആൾക്കാരുമുണ്ട്. ഇല്ല, എനിക്ക് അതൊന്നും എനിക്ക് വിഷയമില്ല. അവരോടൊന്നും എനിക്ക് ഒന്നുമില്ല. കാരണം അവരുമായിട്ട് സഹകരിച്ച് പോയാലേ കാര്യം നടക്കത്തുള്ളൂ. അവർ സഹകരിച്ചില്ലെങ്കിൽ ഞാൻ സഹകരിക്കും. കാരണം 3 വർഷം പോകണമല്ലോ എന്തായാലും. വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. പക്ഷേ നമുക്കേ അത് വേണ്ടി വരില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് തരുന്നതുകൊണ്ട് ഞാനൊരിക്കലും ചോദിക്കുന്നതല്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഇതല്ല. എനിക്ക് പൊതു ജീവിതമാണ് എനിക്കിഷ്ടം. 2 ഇലക്ഷൻ തോറ്റിട്ടും എനിക്കങ്ങനെ അതിനോട് ഇഷ്ടം, എനിക്ക് കൂടുതൽ ആവേശമൊന്നുമില്ല. ചുരുളി പോലെ
പോകുന്നവർ പൈസ പോകുന്നവർ വീണ്ടും കയറി പിടിക്കുന്നു പറഞ്ഞ പോലെയാണ്. ആദ്യം പറഞ്ഞു ഇടി കൊടുക്കാൻ വന്നിട്ട് ഇടി വാങ്ങി കുട്ടി എന്ന് പറഞ്ഞു. അപ്പൊ ഈ നായകനാവുക അങ്ങനത്തെ അഭിനയ മോഹങ്ങൾ ഇപ്പോഴും ബാക്കി ഇല്ലേ? അതങ്ങ് കുറഞ്ഞു പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അസാമാന്യ താല്പര്യം വരും സിനിമയിൽ നായകനാവണമെന്ന്. കാരണം വെച്ചാൽ ഞാനിങ്ങനെ സ്വപ്നം കാണും ഈ മറ്റുള്ളവരൊക്കെ പോസ്റ്ററൊക്കെ വരുമ്പോൾ നമ്മുടെ ഇതുപോലെയൊക്കെ പോസ്റ്ററൊക്കെ വരണമെന്ന്. പക്ഷെ അതിനെനിക്ക് BJP വലിയ നന്ദിയാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമുണ്ട്. എൻ്റെ പോസ്റ്റർ ഒരിടത്തും വന്നില്ല. വന്നാൽ തന്നെ സ്റ്റാമ്പ് സൈസ് സൈഡിലൊക്കെ വരും. അവിടെയൊക്കെ പോയി നീ സെൽഫി എടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആദ്യ ഇലക്ഷൻ നിന്നപ്പോഴത്തേക്ക് ഇലക്ഷൻ ഒരാളല്ലേ ഒരു മണ്ഡലത്തിൽ എൻ്റെ കംപ്ലീറ്റ് എൻ്റെ പോസ്റ്റർ ഞാനിങ്ങനെ നിർവൃതി അടഞ്ഞു. എൻ്റെ ഭഗവാൻ എന്താ രസം കാണാൻ. റോഡ് മുഴുവൻ എൻ്റെ ഫ്ലെക്സ്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ 2 ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് എടുത്ത് മാറ്റിയേക്കില്ലെന്ന് പറഞ്ഞു. സിനിമയിൽ ഏതെങ്കിലും അങ്ങനെ ചെയ്യാൻ ബാക്കി വെച്ച വേഷം അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിച്ച വേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആഗ്രഹിച്ചത് മൊത്തം പെൻഡിങ്ങിൽ കിടക്കുക. നമ്മൾ ഈ ഇടി കൊള്ളണമെന്ന് ഒരിക്കലും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ഓരോ ആക്ടേഴ്സിനെ കാണുമ്പോൾ പണ്ടൊക്കെ നമുക്ക് അസൂയ തോന്നുമായിരുന്നു. പണ്ട് ഇങ്ങനെ മറ്റുള്ളവർ അഭിനയിക്കും, ഇത് ഞാനെങ്ങനെ ചെയ്തിരുന്നു ഇതിനേക്കാൾ എത്ര നന്നായെന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതെല്ലാം മാറി, ആ കംപ്ലീറ്റ് ചിന്ത മാറിപ്പോയി. എനിക്കൊരു 35-36 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മാറി. അത് അവർക്കുള്ളതാണ്, നമുക്കുള്ളത് നമ്മുടെ ഓർബിറ്റ്, അങ്ങനെ ചിന്തകൾ വന്നു തുടങ്ങി. ധാരാളം ബുക്ക് വായിക്കുമായിരുന്നു. എനിക്ക് നോവലും മറ്റുമെല്ലാം ഈ ഫിലോസഫിക്കൽ ബുക്കുകൾ ഇങ്ങനെ ആദ്യം എനിക്കൊരാൾ പ്രസൻറ്റ് തന്നത്, ചിലപ്പോൾ നിങ്ങളൊക്കെ വായിച്ചു കാണും. റോന്ദ ബേൺസ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയുടെ ദ സീക്രട്ട് എന്ന് പറഞ്ഞൊരു ബുക്ക്, വളരെ പോപ്പുലർ ബുക്കാണ്. അത് വായിച്ച് അങ്ങ് തലയ്ക്ക് പിടിച്ചു. ഇതെല്ലാം നമ്മുടെ ഇവിടുത്തെ നമ്മുടെ എന്താ പറയുക ഭഗവത്ഗീതയിലും മഹാഭാരതത്തിലൊക്കെ ഉള്ള സംഭവം അവർ കുറച്ചുകൂടി പോളിഷ്ഡാക്കി വളരെ സിമ്പിളാക്കി. എക്സലൻറ്റ് ബുക്കാണ്. അവരുടെ പല പിന്നെ ബുക്കുകളും പിന്നെ എല്ലാം കാണാൻ തുടങ്ങി. ഇപ്പോൾ അതാണ് നമ്മുടെ അറൗണ്ട് ഈസിയാണ് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ഇത്തരം സംഭവങ്ങൾ. സിനിമയെ പറ്റി പറയുമ്പോൾ താങ്കൾ ഇപ്പോൾ വരുന്നൊരു ട്രെൻഡാണ് റോസ്റ്റ് ചെയ്യുന്ന, അതായത് പഴയ സിനിമകളെ എടുത്ത് റോസ്റ്റ് ചെയ്യുന്ന, മേ ബി കമേഴ്ഷ്യലി അത്ര സക്സസ് ആവാത്ത സിനിമകൾ. ഇപ്പം താങ്കൾ നേരിട്ട് ഭാഗമായ സീരിയലിലെങ്കിലും സലാം കാശ്മീർ എന്നുള്ള സിനിമയിലെ സീരിയലൊക്കെ റോസ്റ്റ് ചെയ്യാറുണ്ട്. താങ്കൾ നായകനായിട്ട് അഭിനയിച്ചുള്ള സമ്മർ പാലസ് എന്നുള്ള സിനിമയും റോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ കാണാറുണ്ടോ? എങ്ങനെയാണ്? ചിരിക്കാൻ ഇതിൽ പരം വേറെ എന്താ വേണ്ടത്? എന്തിനാ എൻ്റെ പിള്ളേരെന്നെ സ്റ്റിക്കർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ മറ്റേ പല്ലുള്ള സാധനം. ഇന്നല്ലേ എൻ്റെ നാട്ടുകാരെ പറയുന്നത് എൻ്റെ പിള്ളേർ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല, അതാ എനിക്ക് അയച്ചു തരുന്നത്. അല്ല, അതൊരു സുഖമാണ്. കാരണം എന്നറിയോ, ഇന്നൊന്ന് ആലോചിച്ച് നോക്കി, ജയൻ എന്നുള്ളൊരു നടനെ ഇന്നത്തെ തലമുറ അറിയില്ലായിരുന്നു. പ്രേം നസീർ സാധാരണ 100 കൊല്ലം കഴിഞ്ഞാലാണ് ഓരോരുത്തർ, പക്ഷെ ഇത് ഹൈ സ്പീഡിൽ പോകുന്നു, എല്ലാം മറന്നു. പക്ഷേ ഇന്ന് ഇതൊക്കെ ചിലത് പരിധി വിടുമായിരിക്കും, അത് അവരുടെ ഒരു പേഴ്സൺ. അല്ലാതെ നിരുപദ്രവപരമായ സംഭവങ്ങൾ കണ്ട് ആരാരും ചിരിച്ചു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ശ്രീനിവാസൻ തന്നെ അങ്ങനെ ട്രെൻഡ് ഉണ്ടാക്കിയിരുന്ന സിനിമയിൽ പുള്ളിയെ തന്നെ പറ്റി മോശം പറഞ്ഞില്ലേ സിനിമ, എന്ത് സൂപ്പർ ഹിറ്റായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ആസ്വദിക്കാറുണ്ട്. എനിക്കറിയില്ല മറ്റുള്ളവരെങ്ങനെയാണ്, മിക്കവാറും അവരെന്നേക്കാൾ ആസ്വദിക്കുന്നവരായിരിക്കും.